വായോ നമുക്കിതേപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ ക്യൂട്ടായിട്ട്. അതിനാദ്യമായിട്ട് നമുക്കൊരു A4 വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ വേണം. എന്നിട്ട് പിൻട്രസ്റ്റ് എടുക്കുക, ഇതുപോലെ ക്യൂട്ട് സ്റ്റിക്കേഴ്സ്ന്നോ നിങ്ങൾക്ക് കവായി സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ കവായി സ്റ്റിക്കേഴ്സ്ന്നോ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേ സ്റ്റിക്കേഴ്സ് വരും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതുപോലെ നമ്മുടെ A4 വെച്ചിട്ട് ഇങ്ങനെ ട്രേസ് ചെയ്യാം മുകളിൽ കൂടെ. നമ്മൾക്ക് ഇഷ്ടമുള്ള ചിത്രം ട്രേസ് ചെയ്യാം. ആക്ച്വലി ഇതൊക്കെ അല്ലാതെയും വരയ്ക്കാൻ പറ്റും. ഞാൻ പിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചേ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇപ്പോൾ വരച്ചിട്ടുള്ളത്, ട്രേസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിൽ ഇങ്ങനെ സെല്ലോ ടാപ്പ് ഒട്ടിക്കുക. ഇത് ഫസ്റ്റത്തെ വഴിയാണ്. ഇങ്ങനെ വെട്ടി മുറിച്ചെടുക്കാൻ ഭയങ്കര മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിനിപ്പോൾ നേരെ നമുക്ക് ആവശ്യം വരുമ്പോൾ നേരെ വെട്ടിയെടുത്തിട്ട് ബാക്കത്തെ കളഞ്ഞിട്ട് ഒട്ടിക്കാം. നിങ്ങൾ ഈ വെട്ടുമ്പോൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അറ്റത്ത്, അതായത് ഈ വരച്ചതിൻ്റെ മുകളിൽ കൂടി വെട്ടിയെടുക്കാതെ ഇച്ചിരി പേപ്പറൂടെ വെച്ചിട്ട് വേണം വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും നമുക്ക് നന്നായിട്ട് ഒട്ടിക്കുമ്പം വൃത്തിക്ക് നിൽക്കത്തുള്ളൂ. അതായിരുന്നു ഫസ്റ്റത്തത്. ഇനി രണ്ടാമത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ സെയിം പ്രൊസീജിയർ തുടരുക. ഒരു ഇതെടുത്തിട്ട് അതുപോലെ ട്രേസ് ചെയ്തിട്ടോ വരച്ചിട്ടോ കുറച്ച് പീസസ് ഇങ്ങനെ വെട്ടിയെടുക്കുക. എന്നിട്ടത് സെല്ലോ ടേപ്പിൽ നേരിട്ട് ഇങ്ങനെ ഒട്ടിക്കുക, ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ. എന്നിട്ട് ഇതൊരു ബട്ടർ പേപ്പറിൽ ഒട്ടിക്കുക. ബട്ടർ പേപ്പർ നമുക്ക് വേണമെങ്കിൽ അതിന് പകരം നെയിം സ്ലിപ്പിൻ്റെ ബാക്കത്തെ ഷീറ്റൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ബട്ടർ പേപ്പർ ഉണ്ടാക്കുക ചെയ്തത്, നമ്മൾ ഈ ബേക്കിങ്ങിനൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ. എന്നിട്ട് ഇതുപോലെ അങ്ങനെ അറ്റത്ത് കൂടി അല്ലാതെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് നമുക്ക് ഒട്ടിക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങൾക്കിതിൽ ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. ഇതുപോലെ കളർഫുള്ളായിട്ടും കവായി ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ?